ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് അവരെ ഇഷ്ടമല്ലെങ്കിലേ പറഞ്ഞു വിടണം, അല്ലാതെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ ഈ കാണിക്കുന്നതൊക്കെ കണ്ട് മിണ്ടാതെ നിൽക്കുന്നതേ നിന്നെ പേടിച്ചിട്ടല്ല. നിന്നോട് വഴക്ക് കൂടാനും തർക്കിച്ച് തോൽപ്പിക്കാനും താല്പര്യമില്ലാത്തോണ്ടാ. നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് നിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാട്. ഈ 30 വർഷത്തിനിടയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഭാര്യയെ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. നിനക്കൊന്നും പറയാനില്ലേടാ? നീയായിട്ട് കുറയ്ക്കണ്ട, നീയും കുറെ കുറ്റപ്പെടുത്ത്. ഞാനാണല്ലോ എല്ലാവർക്കും ഇവിടെ പ്രശ്നം. ഞാൻ അമ്മയൊന്നും പറയുന്നില്ല. മുത്തശ്ശി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് ആരെയും പഴി ചാരരുത്. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? തുമ്പി ചേച്ചി, ഓ ഇത് ഞാനാ ചിന്നു. ചേച്ചി എന്താ ചേച്ചി തിരക്കിലാണോ? അല്പം തിരക്കിലാ. നീ കാരണം ഇന്ന് റോഡില് ആൾക്കാരുടെ മുന്നിൽ ഞാൻ അപമാനപ്പെട്ടു. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ചേച്ചിയെ കണ്ടു പുറകെ ഓടി വന്നപ്പോഴാ ചേച്ചി ആ സ്ത്രീയെ ഇടിച്ചിട്ടത്. അതിന് കാരണം നീ തന്നെയാ. ശരി, അതൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? ചേച്ചി, നമ്മുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? ചെയ്യാത്ത കുറ്റത്തിന്. ഇപ്പൊ അമ്മ എവിടെ ഉണ്ട്? പോലീസ് സ്റ്റേഷനിലാണോ? അല്ല, ഇറക്കി. സത്യം തെളിഞ്ഞു. അമ്മ കുറ്റക്കാരി അല്ലെന്ന് കണ്ട് അവരമ്മയെ വെറുതെ വിട്ടു. ഇത് പറയാനാണോ നീ ഇപ്പൊ എന്നെ വിളിച്ചത്? ഈ വിവരം ചേച്ചി അറിയിക്കണമെന്ന് തോന്നി. ശരി, അറിയിച്ചല്ലോ. ഇനി ഫോൺ വെക്ക. അർജുന്റെ വീട്ടിലാ ഇപ്പൊ ചിന്നു അമ്മയുള്ളത്. അവര് എന്റെ അമ്മയാണെന്ന് അറിഞ്ഞാൽ അതോടെ രമാദേവി ഈ ബന്ധം തന്നെ അവസാനിപ്പിക്കും. പാടില്ല. അവരൊരിക്കലും ഇവരാരാണെന്ന് അറിയാൻ പാടില്ല. 1 2